ദില്ലി മദ്യനയ അഴിമതിയിൽ ആം ആദ്മി പാർട്ടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുമെന്ന ഇഡി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റും കസ്റ്റഡിയും ചോദ്യം ചെയ്തുള്ള ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജിയിലാണ് ഇഡി നിലപാട് അറിയിച്ചത്. കൃത്യമായ തെളിവില്ലാതെയുള്ള അറസ്റ്റ് തിരഞ്ഞെടുപ്പിന് മുൻപ് അപമാനിക്കാനും അപകീർത്തിപ്പെടുത്താനും ലക്ഷ്യമിട്ടാണെന്നായിരുന്നു കേജ്രിവാളിന്റെ വാദം. ഹർജിയിൽ കോടതി നാളെ വിധി പറയും. അതേസമയം കേസിൽ ജാമ്യം ലഭിച്ചെങ്കിലും ആം ആദ്മി MP സഞ്ജയ് സിംഗിന് ഇതുവരെ ജയിൽ മോചിതനാകാനായിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ആം ആദ്മി പാർട്ടിക്കെതിരെ കൂടുതൽ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് വ്യക്തമാക്കുകയാണ് ഇഡി. ഹവാല ഇടപാടിൽ AAP കൺവീനറായ അരവിന്ദ് കെജ്രിവാളിന് ഉത്തരവാദിത്വമുണ്ട്. കേസിൽ ചില സ്വത്തുക്കൾ ഇതിനോടകം കണ്ടുകെട്ടി. 126 കോടിയുടെ ഹവാല ഇടപാടിൽ ആം ആദ്മി പാർട്ടി സ്വത്തുക്കൾ കണ്ടുകെട്ടേണ്ടി വരുമെന്നും ഇഡി അഭിഭാഷകൻ പറഞ്ഞു. കൃത്യമായ അന്വേഷണമോ അറസ്റ്റിന് പര്യാപ്തമായ തെളിവോ ഇല്ലാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ വോട്ട് രേഖപ്പെടുത്തും മുൻപുള്ള അറസ്റ്റ് അന്വേഷണ ഏജൻസിയുടെ മാച്ച് ഫിക്സിംഗ് ആണെന്നായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ വാദം. ഇതിന് ഒരാൾ കൊലയോ ബലാത്സംഗമോ ചെയ്താൽ തെരഞ്ഞെടുപ്പായതിനാൽ അറസ്റ്റ് പാടില്ലെന്ന് പറയുമോ എന്ന ചോദ്യമുയർത്തിയായിരുന്നു ഇഡി അഭിഭാഷകന്റെ മറുപടി. അതേസമയം മാപ്പുസാക്ഷിയായി മാറിയ ശരത്ചന്ദ്ര റെഡ്ഡിയുടെ 11 മൊഴികളിലില്ലാത്ത കെജ്രിവാളിന്റെ പേര് ഇയാളെ അറസ്റ്റ് ചെയ്ത ശേഷം മൊഴിയായി വന്നത് കെജ്രിവാളിന്റെ അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വി ചൂണ്ടിക്കാട്ടി. ജസ്റ്റിസ് സ്വർണകാന്ത മിശ്രയുടെ ബെഞ്ചാണ് നാളെ ഹർജിയിൽ വിധി പറയുക. അതിനിടെ അരവിന്ദ് കെജ്രിവാളിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് തിഹാർ ജയിൽ വാർത്താക്കുറിപ്പിറക്കി. ആരോഗ്യാവസ്ഥയിൽ ആം ആദ്മി പാർട്ടി ആശങ്കയറിയിച്ചിരുന്നു. BJPയിൽ ചേർന്നില്ലെങ്കിൽ ഇഡി അറസ്റ്റ് ചെയ്യുമെന്ന് തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന പ്രസ്താവനയിൽ ആം ആദ്മി നേതാവും മന്ത്രിയുമായ അതിഷിക്ക് BJP വക്കീൽ നോട്ടീസ് അയച്ചു. റിപ്പോർട്ടർ, ദില്ലി.